നമസ്കാരം. കുംഭമേളയിലെ വൈറൽ താരം മോനി ഫോസ്ല എന്ന മൊണാലിസയെ കേരളത്തിലേക്ക് ആദ്യമായി എത്തിച്ച് കയ്യടി നേടിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. തന്റെ ഉടമസ്ഥയിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ കോഴിക്കോട്ടെ അരയിടത്തുപാലത്തുള്ള ഷോറൂമിന്റെ പരിപാടിക്കായിരുന്നു മൊണാലിസയെ ബോബി എത്തിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ പൊടുന്നനെ സ്റ്റാറായി മാറിയ മൊണാലിസയെ കാണാനായി നിരവധി പേരാണ് എത്തിയിരുന്നത്. ഇപ്പോഴിതാ ഈ പരിപാടിയുടെ പേരിൽ നടി ഹണി റോസിനെതിരെ വിദ്വേഷ കമന്റുകൾ ചൊരിയുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അനുകൂലികൾ. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് വലിയ വാർത്തയായിരുന്നു. ഒരാഴ്ചയോളം ജയിലിൽ കിടന്ന ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് മോചനം ലഭിച്ചത്. ഈ സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിനെയും ഹണി റോസിനെയും പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ കടയുടെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു ഹണി റോസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചത്. ഇതിനെതിരെയായിരുന്നു ഹണി റോസ് പരാതി നൽകിയിരുന്നത്. ഇതോടെ ഹണി റോസിനെതിരെ ബോച്ചെ അനുകൂലികൾ വ്യാപകമായി സൈബർ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴിതാ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹണി റോസ് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും ബോച്ചെ അനുകൂലികൾ വിദ്വേഷ കമന്റുകളുമായി എത്തി. ഇപ്പോൾ മൊണാലിസയാണ് താരം, നീ തീർന്നു, നിന്റെ ദിനങ്ങൾ എണ്ണിത്തുടങ്ങി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി കാരണം ബോച്ചയുടെ സപ്പോർട്ട് കൂടി. അയാൾക്ക് നല്ല പട്ടം ചാർത്തി കൊടുക്കുന്നില്ല, പക്ഷേ അയാളാണ് ഭേദം. പലർക്കും കൈതാങ്ങായിട്ടുണ്ട്. ആണുങ്ങൾക്കും ഒത്തൊരുമയും അസോസിയേഷനും ഉണ്ട് ചേച്ചി. നിയമം പെണ്ണിന്റെ വാക്കിന് അനുകൂലമാണെങ്കിലും എന്നാണ് വേറൊരാൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ആർക്കും വേണ്ട നിന്റെ വാലന്റൈൻസ് ഡേ, കാണുമ്പോൾ വെറുപ്പാണ്. എന്തെങ്കിലും നന്മ ചെയ്യുന്ന ബോച്ചയാണ് ഇഷ്ടം എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയ്ക്കൊപ്പമാണ് മൊണാലിസ കോഴിക്കോട്ടേക്ക് എത്തിയത്. സനോജിന്റെ ദ സ്റ്റോറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിൽ നായികയായി സിനിമയിൽ അരങ്ങേറാൻ ഒരുങ്ങുകയാണ് മൊണാലിസ. ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നും കേരളത്തെയും മലയാളികളെയും ഒരുപാട് ഇഷ്ടമായെന്നും വൈറൽ താരം പറഞ്ഞിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.